എനിക്ക് US കിട്ടുമോ? കിട്ടും കിട്ടും കിട്ടും, 3 വട്ടം കിട്ടും. ആദ്യം ഈ കോൺഫിഡൻസ് ആവേണ്ടത്. എടാ, കോൺഫിഡൻസിന് പൈസ ഒന്നും കൊടുക്കണ്ട, ധൈര്യമായിട്ട് കോൺഫിഡൻസ് കയറ്റിക്കോ. എനിക്ക് US കിട്ടും. നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്ക് കിട്ടാനാ? നിസ്സാരം. കിട്ടുമടാ, കിട്ടും. നോ ടെൻഷൻ, നോ വറി. നമ്മളെ കറക്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഫോളോ ചെയ്യുക. ഞാൻ കുറച്ച് മെത്തേഡുകൾ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് US ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് എളുപ്പ വഴികൾ. അങ്ങനെ ആ രീതി, ആ ഒരു വഴി, ആ ഒരു വേ, ആ ഒരു പാത്ത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ആർക്കും US കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം സാർ? ഞങ്ങൾ ഏതൊക്കെ രീതിയിൽ പഠിക്കണം, എങ്ങനെ പഠിച്ചാൽ ഞങ്ങൾക്ക് US കിട്ടും? എടാ, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയോ? നിങ്ങൾ ആദ്യം US എന്ന് പറയുന്ന ആ ഒരു 3 വാക്ക് അല്ലെ 3 ലെറ്റർ അല്ലേ, US എന്ന് പറയുന്ന ആ ഒരു 3 ലെറ്റർ എന്ത് ചെയ്യണം? ഒരു സ്റ്റിക്കി നോട്ടിൽ ചുമ്മാ എഴുതി വെക്കണം. ചുമ്മാ വെറുതെ എന്ത് ചെയ്യുക, US എന്ന് എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ? നിങ്ങൾ എന്നും കാണുന്ന ഒരു സ്ഥലം, നിങ്ങൾ എന്നും വീക്ഷിക്കുന്ന ഒരു സ്ഥലം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കട്ടിലുണ്ടാവുമല്ലോ, നിങ്ങളുടെ കിടക്കൻ്റെ നേരെ മുന്നിലോ, അല്ലെങ്കിൽ നിങ്ങൾ ബ്രഷ് ചെയ്യുന്ന ഏതെങ്കിലും ഭാഗത്തോ, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫോണിൻ്റെ വാൾപേപ്പറോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എന്നും കാണുന്ന ഒരു സ്ഥലം, സ്ഥലത്ത് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു സ്റ്റിക്കി നോട്ടിലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പേപ്പർ കഷ്ണത്തിൽ എന്ത് ചെയ്യുക? വെറുതെ ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് US ഇങ്ങനെ വെക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളിങ്ങനെ കാണുമ്പോൾ US അപ്പോൾ അൺകോൺഷ്യസ്ലി നിങ്ങളെ മൈൻഡിൽ തന്നെ എന്ത് ചെയ്യും? ആ US ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി കയറും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു ട്രിഗർ വരും, ഒരു പഠിക്കാനുള്ള ഒരു ത്വര, ഒരു ടെൻഡൻസി, അതിങ്ങനെ ഇൻബോൺ ആയിട്ട് നിങ്ങളെ മൈൻഡിലോട്ട് ഇങ്ങനെ കയറും. അപ്പോൾ ആ ഒരു ട്രിഗർ കാരണം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിക്കാനിരിക്കും. അതൊരു സൈക്കോളജിയാണ്. അപ്പോൾ നിങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്നിടത്തൊക്കെ US ആണ്. അപ്പോൾ നിങ്ങളിങ്ങനെ രാവിലെ എണീക്കുമ്പോൾ അപ്പോൾ ഇന്ന് US പഠിക്കണം. പിന്നെ വൈകുന്നേരം ചാടിക്കുമ്പോൾ US. അപ്പോൾ സ്വാഭാവികമായിട്ട് എപ്പോഴും ഇങ്ങനെ US ഇങ്ങനെ മൈൻഡിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം? നമ്മൾ അറിയാതെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കും. അതൊരു സൈക്കോളജിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇനി രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇതുപോലെ കൺഗ്രാജുലേഷൻ ഫാസിൽ ഇറക്കൽ ഓൺ സെക്യൂറിങ് US സ്കോളർഷിപ്പ്. ഫാസിൽ ഇറക്കലോ? എടാ, ഇത് ഞാൻ ചുമ്മാ എൻ്റെ പേര് കൊടുത്തതാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ പേരിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ പേര് എഴുതി വെക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കുട്ടിയുടെ പേര് ഫിദ എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ കൺഗ്രാജുലേഷൻസ് ഫിദ ഓൺ സെക്യൂറിങ് US സ്കോളർഷിപ്പ്. അപ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ എഴുതിക്കുക. ഫിദ ആണെങ്കിൽ ഫിദ എന്ത് ചെയ്യുക? അത് എവിടെയെങ്കിലുമൊക്കെ കുറിച്ച് വെക്കുക. ഫിദ എന്നും നേരത്തെ പറഞ്ഞ പോലെ എന്നും കാണുന്നൊരു സ്ഥലം, അല്ലെങ്കിൽ ഫിദൻ്റെ നോട്ട് ബുക്കിൻ്റെ ഫസ്റ്റ് പേജിൽ, അല്ലെങ്കിൽ ഫിദൻ്റെ ഉമ്മയുടെയോ ഉപ്പയുടെയോ ഫോണിൻ്റെ വാൾപേപ്പറിൽ, അല്ലെങ്കിൽ ഫിദയുടെ ഏതെങ്കിലും ഗ്രൂപ്പിൽ പിൻ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഫിദ എന്നും കാണുന്ന ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുക? അത് വെറുതെ ചുമ്മാ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കൺഗ്രാജുലേഷൻസ് ഫിദ ഓൺ സെക്യൂറിങ്, എനിക്ക് US പഠിക്കണം. അതിങ്ങനെ കാണുമ്പോൾ ആ ഒരു കൺഗ്രാജുലേഷൻ ഇങ്ങനെ ഫീൽ ചെയ്യും. ഓട്ടോമാറ്റിക്കലി നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ടെൻഷനാണ്. എന്നിട്ട് ഞാൻ എന്താ പഠിക്കാത്തത്? എനിക്ക് പഠിച്ചാലല്ലേ ഇത് കിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് തന്നെ ഒരു വെപ്രാളം വരും. ഒരു സം കൈൻഡ് ഓഫ് എന്തൊക്കെയോ സംഭവങ്ങൾ എന്ത് ചെയ്യും? നമ്മളെ ഉള്ളിലിങ്ങനെ വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിക്കും. അതെ, അൺകോൺഷ്യസ്ലി നമ്മളെ മൈൻഡിലോട്ട് ആ സാധനം കയറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്മൂത്തായിട്ട് ഇരിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ അങ്ങനെ ചുമ്മാ ഒന്ന് എഴുതി നോക്ക്. ഓക്കെ, അത് സെറ്റാവും. ഇനി അടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കുറിച്ച് വെച്ചിട്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സ്റ്റിക്കി നോട്ട് പതിപ്പിച്ച് വെച്ചിട്ടോ, അല്ലെങ്കിൽ 4 ആളുകളോട് ഞാൻ പഠിക്കാൻ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് വിളിക്കുകയാണ്, എടാ നമ്മൾക്ക് ഇന്ന് പഠിക്കല്ലേ, നമുക്കിത് പ്ലാൻ ചെയ്യണം, ഇത് സെറ്റാക്കണം, അങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല? പഠിക്കലാകില്ല. പഠിക്കലാവണമെന്നുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങുന്ന വേണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങണം. കൺസിസ്റ്റൻസി ആയിട്ട് പഠിച്ചു തുടങ്ങണം. ദാറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നോട്ട് ദ പോയിന്റ്. കൺസിസ്റ്റൻസി ഈസ് ദ കീ ഓഫ് സക്സസ് എന്നാണ്. അതായത് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പഠിച്ചു തുടങ്ങുക. വെറുതെ പഠിച്ചു തുടങ്ങലല്ല, എന്നും പഠിക്കുക. അതാണ് മെയിൻ. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. ഇന്നൊരു 5 മണിക്കൂർ പഠിക്കുക, നാളെ ഒന്നും പഠിക്കാതിരിക്കുക, പിന്നെ മറ്റന്നാൾ റെസ്റ്റ്. അങ്ങനല്ല, ഇന്ന് 2 മണിക്കൂർ അല്ലെങ്കിൽ ഇന്ന് അറ്റ്ലീസ്റ്റ് ഒരു 1/2 മണിക്കൂർ നിങ്ങൾ പഠിച്ചു വിചാരിക്കുക, നാളെ 1/2 മണിക്കൂർ കീപ്പ് ചെയ്യുക, മറ്റന്നാൾ 1/2 മണിക്കൂർ കീപ്പ് ചെയ്യുക. അങ്ങനെ എല്ലാ ദിവസവും എന്ത് ചെയ്യുക? കറക്റ്റ് ഓർഡറായിട്ട് എന്ത് ചെയ്യുക? പക്കാ ടൈം കീപ്പ് ചെയ്തിട്ട് തന്നെ പഠിക്കാം. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇന്നൊരു 30 മിനിറ്റ് പഠിച്ചു, നാളെ ഒരു 35 മിനിറ്റ് ആക്കാൻ ശ്രമിക്കുക, മറ്റന്നാൾ ഒരു 40 മിനിറ്റ് ആക്കാൻ ശ്രമിക്കുക, അതിൻ്റെ പിറ്റേന്ന് ഒരു 45 മിനിറ്റ് ആക്കാൻ ശ്രമിക്കുക. എന്നും നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് മെച്ചപ്പെടുക. അതായത് ഇന്നലത്തേക്കാൾ മികച്ച രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് പെർഫോം ചെയ്യണം. ഇന്നത്തേക്കാൾ മികച്ച രീതിയിൽ നിങ്ങൾ നാളെ പെർഫോം ചെയ്യണം. അങ്ങനെ ഓരോ ദിവസം നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക? മോട്ടറാക്കിയിട്ട് ബൂസ്റ്റ് ചെയ്ത് പെർഫോം ചെയ്ത് കൊണ്ടുവരിക. അതാണ് ഇതിൻ്റെ മറ്റൊരു തിങ്. ഓക്കെ, അപ്പോൾ വീണ്ടും പറയുന്നു, കൺസിസ്റ്റൻസി ഈസ് ദ കീ. കൺസിസ്റ്റൻസി ആയിട്ട് എന്നാണോ USSൻ്റെ എക്സാം അന്ന് വരെ കൃത്യമായിട്ട് വൃത്തിക്ക് പഠിക്കുക. അല്ലാതെ അതിൻ്റെ അടിയിലൊന്നും ഗ്യാപ്പ് കൊടുക്കരുത്. കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം.
മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുക്കുക. അതായത് നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് USSൻ്റെ മുമ്പത്തെ കുറേ ക്വസ്റ്റ്യൻസ് കിട്ടും. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് സ്കൂളുകളിൽ നിന്ന് കിട്ടും, ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ അങ്ങനെയും കിട്ടും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറുതെ ചുമ്മാ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഓരോ ദിവസം ഓരോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു 10 ക്വസ്റ്റ്യൻസ് എങ്കിലും വെറുതെ പ്രാക്ടീസ് ചെയ്യുക. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ എക്സാം ഹാളിൽ എത്തുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഇയാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇതാണ് മുഹമ്മദ് അലി, ലോക നമ്പർ 1 ബോക്സിംഗ് ചാമ്പ്യനാണ്. ഇയാൾ പണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് 1000 കിക്കുകൾ 1000 കിക്കുകൾ ബൈഹാർട്ട് ചെയ്തിട്ടുള്ള, സ്വായത്തമാക്കിയിട്ടുള്ള, മനഃപ്പാടമാക്കിയിട്ടുള്ള ഒരാളെ എനിക്ക് പേടിയില്ല. 1000 കിക്കിൽ കഴിവുള്ള ഒരാളെ എനിക്ക് പേടിയില്ല. പക്ഷേ ഒരു കിക്ക് 1000 തവണ പ്രാക്ടീസ് ചെയ്ത ഒരാളെ എനിക്ക് ഭയങ്കര പേടിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അയാൾ ആ ഒരു ഒറ്റ കിക്കിൽ എന്തായിരിക്കും, ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും, അതിൽ അയാൾ സൂപ്പറായിരിക്കും. സ്വാഭാവികമായിട്ടും അതിൽ അയാൾ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഏത് പാറ്റേണിലേക്ക് എങ്ങനെ തല തിരിച്ചിട്ട് കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റും, സ്മൂത്തായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അതൊരു സ്കില്ലാണ്, അതിങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ട സ്കില്ലാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം എന്ത് ചെയ്യുക, ഒരു സ്റ്റിക്കി നോട്ടിൽ വെറുതെ ചുമ്മാ ഒട്ടിച്ച് വെക്കുക USS. അപ്പോൾ കാണുമ്പോൾ USS നിങ്ങൾ അൺകോൺഷ്യസ്ലി നിങ്ങളെ മൈൻഡിലോട്ട് കയറും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രിഗർ വരും, ഒരു ത്വര വരും, ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി പഠിക്കാതിരിക്കും. പിന്നെ നിങ്ങൾ കറക്റ്റ് വൃത്തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് പഠിക്കും. അതിൻ്റെ കൂടെ നിങ്ങൾ എന്താ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ USS അല്ല, അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ആരെങ്കിലും ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഇനി ആരെങ്കിലും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഓൾ ദി ബെസ്റ്റ് തരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് ഡീൽ ചെയ്യുക, സെറ്റായിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ഓക്കെ അല്ലേ? ഇനി ആരെങ്കിലും നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. പിന്നെ നിങ്ങൾ പ്രൈസ് അടിച്ച് കഴിഞ്ഞാൽ ഫാസിൽ സാർക്കൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ആണെങ്കിൽ ഒരു 100 രൂപയൊക്കെ ഗൂഗിൾ പേ ചെയ്യട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത് ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. എന്തായാലും അടിപൊളിയായിട്ട് പവറായിട്ട് സെറ്റായിട്ട് എന്ത് ചെയ്യണം, പെർഫോം ചെയ്യണം. ഈ USS നമ്മൾ ക്രാക്ക് ചെയ്യുമെന്ന ആ ഒരു കോൺഫിഡൻസ് വന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ എനിക്ക് USS കിട്ടുമെന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ബാക്കി ശേഷം സ്ക്രീനിൽ. ഓക്കെ, ഗുഡ് ബൈ.